ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിലോട്ട് എങ്ങനെ സ്റ്റിക്കേഴ്സും കൂടി ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം സ്റ്റിക്കേഴ്സും കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഒന്നെങ്കിൽ ഇവിടെ താഴെ ക്രിയേറ്റ് സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗാലറിയിൽ എത്തുന്നതായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്താലും മതി. അതിൽ ക്ലിക്ക് ചെയ്താലും സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താലും നമ്മൾ നമ്മുടെ ഗാലറിയിൽ എത്തുന്നതായിരിക്കും. ഗാലറിയിൽ എത്തിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യുക. ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. അപ്പം അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ സ്റ്റിക്കേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ സ്റ്റിക്കേഴ്സ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു സ്റ്റിക്കർ ആഡ് ചെയ്യാണ്. ആഡ് ചെയ്തതിന് ശേഷം ഇത് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാവുന്നതാണ്. ഇനി വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഈ ഒരു രീതിയിൽ ഇത് വെക്കുകയാണ്. ഇപ്പം സ്റ്റിക്കർ ആഡ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റോറി ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറി പോസ്റ്റ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫേസ്ബുക്ക് സ്റ്റോറിയിൽ സ്റ്റിക്കേഴ്സും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനി കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.